നമസ്കാരം. മാസപ്പടി വിവാദം അത് മുഖ്യമന്ത്രിയെ തകർക്കാനുള്ള വെറും ആരോപണമാണെന്ന് CPM-ഉം തന്നെയും തന്റെ പാർട്ടിയെയും വേട്ടയാടാനുള്ള ശ്രമം മാത്രമാണ് മാസപ്പടി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആവർത്തിച്ചു പറയുന്ന ഒരു വിഷയമാണ്. അങ്ങനെ മാസപ്പടി വിവാദം കത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയമസഭ ചേരുന്നതും മാസപ്പടി വിഷയത്തിൽ മറുപടി വേണമെന്ന് കോൺഗ്രസ് നേതാവ് ആവശ്യപ്പെടുന്നതും. അപ്പോൾ മുഖ്യമന്ത്രി ഇരു കൈയും പൊക്കിപ്പിടിച്ച് ഈ കൈകൾ ശുദ്ധമെന്ന് പറയുകയുണ്ടായി. അതിന്റെ ഒപ്പം ഒരു കാര്യം കൂടെ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. അതായത് തന്റെ മകളായ വീണ വിജയന് കമ്പനി തുടങ്ങാൻ പണം നൽകിയത് അത് തന്റെ ഭാര്യ കമലയ്ക്ക് കിട്ടിയിരിക്കുന്ന പെൻഷൻ തുക എടുത്തുകൊണ്ടായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. എന്നാൽ എത്രയാണ് കമലയ്ക്ക് കിട്ടുന്ന പെൻഷൻ എന്ന് അതേ തുടർന്ന് പിന്നീട് വന്ന ചർച്ചകളിലെല്ലാം ഒരു ചോദ്യമുണ്ടായിരുന്നു. 2019 ശമ്പളവും പെൻഷനും അവസാനമായി പരിഷ്കരിക്കുന്നത്. അതനുസരിച്ച് 25 വർഷം സർവീസുള്ള ഒരു സ്കൂൾ ടീച്ചർക്ക് പരമാവധി 47 ലക്ഷം രൂപ പെൻഷൻ തുകയെ നൽകുന്നുണ്ട്. എന്ന് വച്ചാൽ മുഖ്യമന്ത്രിയുടെ ഭാര്യയാണ് എങ്കിലും അല്ല എങ്കിലും കമലയ്ക്ക് പരമാവധി ലഭിക്കാൻ പോകുന്ന തുക 47 ലക്ഷം രൂപയാണ് എന്ന് വ്യക്തം. മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല ജോലിയിൽ നിന്ന് വിരമിച്ചിട്ട് ഏകദേശം 15 വർഷത്തോളമായി എന്നാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അന്നത്തെ പെൻഷൻ ചട്ടങ്ങൾ പ്രകാരം 15 വർഷം മുമ്പ് വിരമിച്ച സ്കൂൾ ടീച്ചറിന് പരമാവധി പെൻഷൻ തുക ആനുകൂല്യമായി ലഭിക്കുന്നത് 25 ലക്ഷം രൂപയാണ്. എന്ന് വെച്ചാൽ കോടികൾ മുടക്കി സ്ഥാപിച്ചിരിക്കുന്ന വീണ വിജയന്റെ കമ്പനി തുടങ്ങാൻ അമ്മയുടെ പെൻഷൻ തുക മതിയാകില്ല എന്ന് വ്യക്തം. കാര്യം മാസപ്പടി വിവാദത്തിൽ നിന്ന് തലയൂരാനാണ് മുഖ്യമന്ത്രി സ്വന്തം ഭാര്യയുടെ പേര് വലിച്ചിട്ടതെങ്കിലും അതോടെ പണി കിട്ടിയത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മകൾക്കും തന്നെയായിരുന്നു. കാരണം അതുവരെ വീണ വിജയന്റെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ 1.72 കോടി രൂപ വാങ്ങി എന്നതായിരുന്നു അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ വിശദീകരണത്തിലൂടെ മകളുടെ സ്ഥാപനം തുടങ്ങിയത് എങ്ങനെയാണ് എന്നും ഒപ്പം മുഖ്യമന്ത്രിയുടെ ഭാര്യയായ കമലയുടെ ആസ്തിയെക്കുറിച്ചെല്ലാം അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ SFIO തയ്യാറായി. എന്നുവെച്ചാൽ മുഖ്യൻ പണി ഇരന്നു വാങ്ങിയെന്ന് ചുരുക്കം. 47 ലക്ഷം പെൻഷൻ കിട്ടിയ കമലയുടെ പണത്തിനൊപ്പം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച രേഖയിൽ പറയുന്ന കമലയുടെ ആസ്തിയും കൂടെ എടുത്താലും മകൾക്ക് ഈ പറയുന്ന എക്സാലോജിക് എന്ന കമ്പനി ആരംഭിക്കാൻ സാധിക്കില്ല എന്നത് വ്യക്തമാണ്. 7 ബാങ്ക് അക്കൗണ്ടിലായി 20 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും 9 ലക്ഷം രൂപയുടെ വിവിധ നിക്ഷേപങ്ങളും കമലയുടെ പേരിൽ വേറെയും ഉണ്ട് എന്നാണ് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നത്. ഈ പറയുന്ന തുകയുടെ കണക്കുകളെല്ലാം ഒന്നുകൂടെ കൂട്ടി നോക്കിയാലും ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയെന്ന മുഖ്യമന്ത്രിയുടെ വാദം അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ സാധിക്കില്ല. അതുമാത്രവുമല്ല, മുഖ്യന്റെ മകൾ മാസപ്പടിയായി കോടികൾ വാങ്ങിയെന്ന് മാത്രമല്ല അവരുടെ സ്ഥാപനത്തിന്റെ ആരംഭത്തിൽ പോലും നിരവധി അട്ടിമറികൾ ഉണ്ട് എന്നത് മുഖ്യന്റെ ഈ ഒരു നാക്കുപിഴവിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്.